കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി ഫിഷ് ഒന്ന് മസാല പുരട്ടി വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ലേശം വെള്ളം ചേർത്ത് നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കേണ്ടതുണ്ട്. കാരണം മീനിലോട്ട് നമുക്ക് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ മസാലയൊന്ന് കുഴച്ചെടുക്കാം. ദശയുള്ള ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഫിഷ് മപ്പാസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 750 ഗ്രാം അളവിൽ ചൂര മീനാണ് എടുത്തേക്കുന്നത്. ചെറിയ ക്യൂബ്സായിട്ട് നുറുക്കി എടുത്തേക്കുന്നതാണ്. മീനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്ലൈസായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് വേണ്ടത് മീഡിയം വലുപ്പമുള്ളൊരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതോടൊപ്പം തന്നെ ഒരു 10 ചെറിയുള്ളിയും അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 10 പീസോളം പച്ചമുളകും എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 8 കഷ്ണത്തോളം വെളുത്തുള്ളി അതുപോലെ നീളത്തിലരിഞ്ഞതുമാണ്. നമ്മളിവിടെ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം എരിവിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ആണ്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ ഫിഷ് മപ്പാസിന് നല്ല ടേസ്റ്റ് വരികയുള്ളൂ. എല്ലാ പീസസും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊരു ചെറിയ രീതിയിലൊരു ഫ്രൈ ആക്കി കിട്ടിയാൽ മാത്രം മതി. ഒരു സൈഡ് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേന് ഞാൻ തിരിച്ചു ഇട്ട് കൊടുത്തു. 2 സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഒരു ഷാലോ ഫ്രൈ പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഫിഷ് മപ്പാസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവുകയൊന്നുമില്ലാതെ തയ്യാറാക്കി എടുക്കാം കറി. 2 സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഏകദേശം ഒരു ബ്രൗൺ നിറമായപ്പോഴത്തേക്കും ഞാൻ എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ നല്ല കിടു കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനാണെങ്കിലും അപ്പം കഴിക്കാനാണെങ്കിലും മതി. ഇനി ഫിഷ് മപ്പാസ് തയ്യാറാക്കി എടുക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഈ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വേറെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ നല്ല രീതിയിൽ തന്നെ ആ മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ തന്നെയുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതുമാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അവ ഇളക്കി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കനം കുറച്ച രീതിയിലാണ് സവാള അരിഞ്ഞു എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇവയൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു തണ്ട് കറി ലീഫും ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവാള നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടണം. നമ്മൾ കനം കുറച്ച് സവാള അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. വഴന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. മീനൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നും ഒരേ രീതിയിൽ കറി തയ്യാറാക്കി എടുത്ത് നമുക്കും മടുപ്പ് അനുഭവപ്പെടും. വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെയുള്ള കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ തേങ്ങാപ്പാലിലൊക്കെ ചേർത്തിട്ടുള്ള കറികളാകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചാലേ ആ മീനിലോട്ട് കറക്റ്റായിട്ട് പിടിച്ച് ചാറൊക്കെ കുറുകി കിട്ടുകയുമുള്ളൂ. ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി ഈ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഫിഷിൽ നമ്മൾ മസാല പുരട്ടുന്ന നേരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് മഞ്ഞ കളറായി പോകും. ഇവിടെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള കുരുമുളക് പൊടിയോ പച്ചമുളകോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ല രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. തക്കാളി അങ്ങ് വെന്തുടഞ്ഞു പോകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. ആ മസാല എല്ലാ തക്കാളിയിലൊന്ന് പിടിച്ച് കിട്ടുകയും വേണം. അപ്പോൾ അതുവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി.
അധികം മസാലക്കൂട്ടൊന്നുമില്ല. അധികം മസാലയൊന്നും കഴിക്കാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഫിഷൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും പറ്റും. അധികം സ്പൈസി ഒന്നുമല്ല, നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് വലിയ സ്പൈസി ആയിട്ടും അല്ല ഞാൻ ഈ കറി തയ്യാറാക്കി എടുത്തേക്കുന്നത്. തക്കാളി ഒന്ന് മസാലക്കൂട്ടുമായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിനകത്തോട്ട് ഇനി നാളികേര പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങ ചിരകിയത് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് ഈ പാലെടുക്കുന്നതിന് വേണ്ടിയിട്ട്. 2.5 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം ഒന്ന് ഇളക്കി നമുക്കതൊന്ന് അടച്ചു വെച്ച് ചെറിയ രീതിയിൽ അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് മീനിൻ്റെ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ടായിരിക്കണം, എന്നാലേ മീനിൻ്റെ കഷ്ണങ്ങളിലൂടെ ഉപ്പ് പിടിക്കത്തുള്ളൂ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീനിൻ്റെ പീസസ് എല്ലാം ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മളൊരു ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉൾവശം കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടുകയും കൂടെ വേണമല്ലോ. തവി കൊണ്ട് ചെറുതായിട്ട് ഈ തേങ്ങാപ്പാലിലോട്ട് ഓരോ പീസസും ഞാനൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് വറ്റിച്ച് മീനിൻ്റെ പീസസൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ തേങ്ങാപ്പാലൊന്ന് വറ്റി കിട്ടണം. ഞാൻ അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. 2ാം പാലും കൂടെ ചേർത്ത ശേഷം മീനിൻ്റെ പീസസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കുറച്ചും കൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് അളവിൽ തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാലൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മപ്പാസാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതിൻ്റെ ഗ്രേവി തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകത തന്നെയാണ്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കണം. നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് നമ്മളിതൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആ മീനിലോട്ട് ആ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടി കിട്ടും. അവസാനം ഞാൻ കുറച്ച് ഫ്രഷ് കറി ലീഫ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് മപ്പാസ് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് കാലത്ത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ആക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഫിഷ് മപ്പാസ് റെസിപ്പി നിങ്ങൾ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.